അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ ഗായ്സ്, ഈ ഒരു ചെറി കണ്ടോ, ഈ ഒരു ചെറി നമുക്ക് ഇനി എന്തെന്നെ വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ പിറ്റാളെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഓരോ കളി ഉണ്ടെങ്കിൽ ആ ടെൻഷനും ചെറിയും പോകുന്നത് ഏരിയനെയാണെന്ന് ഒരു പൊരുത്തമുണ്ടാവില്ല കേട്ടോ. മോള് വന്നതിന് ശേഷം അൽഹംദുലില്ലാ അതിൻ്റെ എല്ലാ ഉയർച്ചകളും എല്ലാ ടെൻഷനുകളും പെട്ടെന്ന് മറികടക്കുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഇതിന്റെ ഈ ചിരി. ഇതിന്റെ ഈ ചിരി ചിരിച്ചാട്ടെ. ഓക്കെ കേട്ടോ. അപ്പൊ ഭയങ്കരമായിട്ട് സ്പീഡിലാണ് മുത്തൂക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വൈകിട്ടാ വീട്ടിൽ കയറുന്നത്. ഞാൻ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഉറങ്ങുമ്പോഴേക്കും എത്താന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ എന്താക്കും, വേഗം വെക്കേണ്ടത്. ഇതൊക്കെ ആര് പിടിക്കും? ഇതൊക്കെ എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിട്ട് എന്റെ കാലിലോട്ടേക്ക് വന്നിക്കാണ്. വായോ വായോ കണ്ടോ, വായോ വായോ, കേറ്, പിടിച്ച് കേറ്. ഇത്രയും അനുസരണുള്ളൊരു കുട്ടി വേറെ എവിടെ കിട്ടുമല്ല? ഇത്രയും അനുസരണുള്ളൊരു തുമ്പി കേട്ടോ. ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ എങ്ങോട്ടോ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളുണ്ട് ഗൈസ്, തിന്ന് തീർക്കണ്ടേ. അപ്പൊ ഇന്നലത്തെ വിരുന്നിന്റെ ബാക്കി മന്തിയാണ്. എനിക്കൊരു പ്രശ്നം എന്താണെന്ന് അറിയോ, എനിക്ക് വാങ്ങണേന് ഒരിക്കലും കണക്കില്ല. ഇനി ഇവിടെ മന്തി എത്ര ബാക്കി ഇരിക്കണേ, ഇവിടെ ഇരിക്കണേ, അവിടെ ഇരിക്കണേ, ഇതാ അവിടെ പുഡിങ് വരെ ബാക്കി അവിടെ ഇരിക്കണ്ട. അത് ആർക്കേലും കൊടുത്താളാണോ? ഇത് തിന്നോ? അതൊക്കെ നീ തിന്നോ? ഈ ഉണ്ടാക്കി വെച്ചിട്ട് ഇയാൾ തിന്ന ചെറുക്കനൊക്കെ ഫ്രിഡ്ജ് വന്നിട്ട് അത് തിന്നാണ്ട് ആവൂല. അപ്പൊ എന്താ വെച്ചാൽ ഞാനിവിടെ എന്താ ചെയ്യലെന്ന് വെച്ചാൽ, ഞാൻ കൂടുതൽ വാങ്ങി കഴിഞ്ഞാലും നമ്മള് സാധാരണ അത് ഒഴിവാക്കലല്ലേ ചെയ്യാം. പക്ഷെ ഇത് ഞങ്ങളിവിടെ ഒഴിവാക്കലൊന്നുമില്ല. ഇതേമാതിരി ഒരു കസാര ഇട്ടിട്ട് ഓടുന്നത് കഴിച്ചോളൂ. അതൊക്കെ എല്ലൊക്കെ തിന്നുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണട്ടോ. ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ പുതിയ വിശേഷം കാണാൻ വേണ്ടി പോവുകയാണ്. ഒരാള് സിറ്റ് ഔട്ടിലിരുന്ന് വയലും കേട്ടിരിക്കുന്നുണ്ട്. പിന്നെ അറിവിനിലാവോ? അറിവിനിലാവിന്റെ ലൈവ് കണ്ടോണ്ടിരിക്കാണ്. എന്നാ പുതിയ വിശേഷം കാണിച്ചു കൊടുക്കി. പുതിയ ഇങ്ങനെ രാവിലെ നേരത്തെ നീച്ചിട്ട് ന്യൂസിലെ പുതിയൊരു കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞാന്നല്ലോ. എന്താണ് ആ കണ്ടന്റ്? എന്നാ നടക്കി കാണിച്ചോണ്ടോ. ലൈവ് തടസ്സാവോ? അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചോളി, കുറച്ചായിട്ട് കേക്കാം. എന്താ കാട്ടുന്നത്? അതിന് ബ്രൈറ്റ്നെസ് കൂട്ട്. ഇത് കണ്ണ് കാണുന്നില്ലെങ്കിൽ ഇതാ ഈ സാധനം കുറച്ചുകൂടി കൂട്ടി. ഇപ്പൊ കാണാല്ലേ ഇഷ്ടത്തിരുന്നിട്ട്? നീ നടക്കി, കണ്ണ് കാണാല്ലാണ്ട്. നിങ്ങൾ തെറാപ്പി കഴിഞ്ഞിട്ട് എന്തായി? ഉള്ള കാര്യം പറ്റപ്പോയോ ഗൈസ്? അപ്പം ഉമ്മാന്റെ തെറാപ്പി 10 ദിവസത്തെ തെറാപ്പി കഴിഞ്ഞ് ഇന്നലത്തോടെ മിന്നാത്തോടെ തെറാപ്പി കഴിഞ്ഞിട്ടുണ്ട്. നടക്കുമ്പോ സാധാരണ കാലം ആടുമല്ലോ. മുട്ടുകാലിന്റെ ഉള്ളാടുണ്ടോ? തെറാപ്പി ചെയ്താലൊന്നും മാറൂല. അതിന് നമുക്ക് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ച് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. അങ്ങനെ പുതിയ വിശേഷം വീണ്ടും വന്നിട്ടുണ്ട്. ഇതാ എവിടെ പാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളിയുണ്ട് കേട്ടോ. എന്തായാലും മക്കളെ, നമുക്ക് ഒറ്റക്കല്ല പേരുണ്ടാക്കിക്കണെന്ന് അമ്മ പറയുന്നതാ. വീണ്ടും 2 മുട്ടകൾ വരുന്നുണ്ട്. ഇതിന്റെ ഇടക്ക് ഇപ്പൊ കഴിഞ്ഞ മാസത്തിലാണ്, അല്ല കഴിഞ്ഞ 2 ആഴ്ച മുന്നെയാണ് വിരിഞ്ഞ്. ഇതിപ്പോ ആൾക്കാര് പറയും ന്യൂസിൽ കണ്ടന്റിന് വേണ്ടിട്ട് ഓരോ ദിവസം ഓരോ കിളിയിലെ കൊടുന്ന് മുട്ടടിക്കാണ്. അല്ലല്ലോ, ഞാൻ എന്താ വെച്ചാ കിളികള് നമ്മള് പറഞ്ഞാ കേൾക്കൂല. എന്തായാലും നല്ലൊരു ഐശ്വര്യമുള്ളൊരു ഭാഗമാണ് ആ ഭാഗം. പിന്നെ നമ്മളെന്താന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു സ്ഥലമാണ്, തണുപ്പിനും തണുപ്പും ആരെ ശല്യം ഒന്നുമില്ലാതെ ഒരു ചെടി അവിടെ ഉണ്ടാക്കിയാലേ. എന്തായാലും വീട്ടിലെ ഓരോ അംഗങ്ങൾ ഇങ്ങനെ വന്ന് കൂട് കൂട്ടി ഒരു മക്കളായിട്ട്
രണ്ടാഴ്ചയിൽ ഈ 2 മക്കളെ പ്രസവിച്ചു പോകുന്നുണ്ട്. 2 ആഴ്ച ഇതാരാണ് റബ്ബേ? കുജുണ്ട് ഇവിടെ കുജുണ്ട്. എവിടെ കുജുള്ളു നോക്കട്ടെ, എവിടെ കുജുള്ളു? അല്ലാ, ഇന്റെ തുമ്പിയല്ലേ ഇത്. ചക്കക്കുരു കുത്തിയിട്ടു. എവിടെ കുത്തിയിട്ട്? ചക്കക്കുരു എവിടെ? ചക്കക്കുരു കാറിലല്ലേ ഇവിടെ? അല്ലാ പടച്ചോനെ, ചക്കക്കുരു കുത്തിയിട്ടു. ഇതേ പോയി ഇത് വന്ന് ഇതേ പോയി ഇതേ പോയി ഇതേ പോയി ഇതേ പോയി അത് കുത്തുന്നട്ടാ. ഒരു നാണം കുറുങ്ങി ചെറിയ നാണം കുറുങ്ങിയല്ല, ഇങ്ങനെ ചിരിച്ച. ചിലപ്പോ തൊള്ള പൊളിച്ചേല്ല. ചിരിച്ച് തൊള്ള പൊളിച്ച് ചിരിച്ചിട്ട് തൊള്ള പൊളിച്ചാ ചിരിച്ചലേ. ഈ തൊള്ള പൊളിച്ചാ ചിരിച്ചേ. കലാപൻ മണിച്ചേട്ടന്റെ നാട്ടില് ചാലക്കുടി ചന്തയ്ക്കു പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേനാ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ പൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഓക്കെ, അപ്പം എന്തായാലും ഗൈസ് പോരെ. അപ്പം എന്തായാലും നമ്മൾ പുതിയ വിശേഷം കണ്ടില്ല. നമ്മളെ വീട്ടിൽ വീണ്ടും 2 മുട്ടകളും 1 കിളിയും വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ അവർ വിരിയുമ്പോൾ അടുത്തതിൽ കാണിച്ചു തരാം. എന്തായാലും ഓരോ ഉണ്ടാവട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എൻ്റെ ഷൂ എവിടെയാ? ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്ന് 22-ാം തീയതി, നാളെ 23-ാം തീയതി. നാളെ എന്തൊക്കെയാണ് പരിപാടി എന്ന് വെച്ചാൽ, നാളെ നമുക്ക് കുടിയിരിക്കലുണ്ട്, പിന്നെ വേറെ താഹറിൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ട്, പിന്നെ വൈകുന്നേരത്ത് വേറൊരു പരിപാടി ഉണ്ട്. 24-ാം തീയതി ഇൻഷാ അല്ലാഹ് നമ്മുടെ മോൾക്കും ഉമ്മാക്കും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലപ്പുറം പോവുകയാണ്. പിന്നെ 25-ാം തീയതി ഞാൻ അങ്ങ് ലക്ഷദ്വീപിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവളെ നാട്ടിലോട്ടും പോവും, ഉമ്മാൻ്റെ നാട്ടിലോട്ടും പോകും. അപ്പോൾ എല്ലാവർക്കും വിരുന്ന് പോവാണ്. ഉമ്മ തമിഴ്നാട്ടിൽ കൊടുന്ന് വെച്ചിട്ടാണ്. ഉമ്മ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനായിട്ട് കൊടുക്കും. പോണോ? തമിഴ്നാട്ടിൽ പോണോ? ചിലപ്പോൾ ഞാൻ പോകുന്ന അറിയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഈ മാസം 28 ഉള്ളൂ. അപ്പോൾ 28 കഴിഞ്ഞ് 1-ാം തീയതി 2-ാം തീയതി ആയിട്ട് എന്തായാലും നോമ്പിൻ്റെ ഇത് കാണാം. അപ്പോൾ പിന്നെ ഞാൻ 1-ാം തീയതിനുള്ളിലാണ് ഞാൻ എത്തുള്ളൂ. അപ്പോൾ പിന്നെ തമിഴ്നാട്ടിൽ പോയി പിന്നെ ഫസ്റ്റത്തെ നോമ്പ് എന്തായാലും ഇവിടെ നടക്കൂല. പിന്നെ നോമ്പിൻ്റെ ടൈമിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരലൊക്കെ പാടാവും. എന്തായാലും നോക്കട്ടെ. ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ 4 ദിവസം പോയിക്കോളി കേട്ടോ. ഇനി തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ദിവസം അവിടെ നിന്നോളി, നോമ്പ് നോക്കാം അല്ലേ? എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ പാസ്പോർട്ട് ഒക്കെ റെഡി ആവും അല്ലേ? നാളെ അല്ല, മറ്റന്നാ 24-ാം തീയതിയാണ്. അതിൽ ഇനി എന്തൊക്കെയാ വേണമെന്ന് പറഞ്ഞു? കുട്ടിയുടെ എന്തെടുക്കാനാണ്? ഫോട്ടോ? കുട്ടിയുടെ ഫോട്ടോ എടുക്കണോ? ഒറിജിനൽ ഫോട്ടോ? ഈ മൊബൈലിൽ എടുത്ത ഫോട്ടോ ക്ലിയർ ഒക്കെ പോരാ? എന്റെ ഫോട്ടോ എടുക്കണം. എത്ര അജ് നിന്ന് കൊടുക്കുവോ? എനിക്ക് തോന്നിയില്ല എന്റെ ഫോട്ടോ എടുക്കാൻ അജ് നിന്ന് കൊടുക്കുന്നത്. എങ്ങനെ എടുക്കണ്ടേ? ഓക്കെ, ആ കഴിഞ്ഞ് പേടിയാണ്. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാനങ്ങനെ ഇറങ്ങി. നമ്മൾ സിനുവിനെ കൊണ്ടുപോകണില്ല വെച്ചിട്ടാണ് അങ്ങനെ സിനുവിനെയും കൂട്ടിയിട്ട് പോവാണ്. വേറെ എവിടേക്കുമല്ല, കുട്ടീനെ ഇവിടെ കുട്ടീനെ ഒറ്റക്ക് ആക്കിയിട്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് അല്ലേ? അതല്ല, ഇപ്പൊ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു. അവിടെ നമ്മുടെ എന്താ പറയാ, ട്രാവൽസിൽ. അപ്പൊ നമുക്ക് തിങ്കളാഴ്ച 11:30 മണിക്ക് അങ്ങോട്ട് എത്താനാ പറഞ്ഞിട്ടുള്ളത്, മലപ്പുറത്തേക്ക് എത്താനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് പൈസ എന്തോ പടക്കാനും ഉണ്ട്. ആ ഒരു പേപ്പർ വാങ്ങാൻ പറഞ്ഞു. നാളെയും മറ്റന്നൊക്കെ ലീവാണെന്ന് പറഞ്ഞ്. അപ്പൊ എന്തായാലും അത് വാങ്ങിയിട്ട് ഞാനിവിടെ കൊടുത്തിട്ട് ഞാൻ നേരെ പോവും. പിന്നെന്താ ഇന്നെന്താ വെക്കണേ? അതെന്തേ? ഇന്നലത്തെ ചോറുണ്ട്. അത് പീസ് കഴിഞ്ഞു. തൽക്കാലം കോഴിമുട്ട മസാല ആക്കിയിട്ട് മന്തിക്ക് തിന്നോട്ടോ. ടേസ്റ്റ് ആക്കണ്ട, മനസ്സിലായോ? എനിക്ക് ഈ വാങ്ങണോടത്തൊരു ഇതില്ല ഗൈസ്. എനിക്ക് തികയിലേന്നുള്ള പേടിയാണ്. അതാണ് നമ്മള് ആൾക്കാർ വിളിച്ചു വരുത്തുമ്പോ
ഒരു ലേശം അധികമായാലും കുഴപ്പമില്ല എന്നുള്ള കൺസെപ്റ്റാണ്. അതാകുമ്പോ ആരെങ്കിലൊക്കെ കൊണ്ടുപോയിക്കോളും. തികഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ആ നേരത്തെ മണ്ടിപ്പാച്ചലും ആ ഒരു കുറച്ചില് എന്നുള്ളതല്ല, ആ ഒരു നമുക്കും അടങ്ങാറാണ്. നമുക്ക് വാങ്ങണ തന്നെയാണ്. പക്ഷെ ആ കൂട്ടത്തിലാണ്ട് തികയില്ലാന്നിട്ട് പറയുമ്പോഴേ 1000 ആൾക്ക് തികഞ്ഞിട്ട് ഒരാൾക്ക് തികഞ്ഞില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അത് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥിതി ഇന്നേ വരെ വന്നിട്ടില്ല. നമ്മുടെ എല്ലാ കല്യാണത്തിനും എല്ലാത്തിനും നമുക്ക് നന്നായിട്ട് ചാമ്പകമാണോ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ നമ്മള് എല്ലാം ബാക്കി ഉണ്ടാവില്ല. 100-100 ആളുകൾക്ക് ഫുഡ് ബാക്കി ഉണ്ടാവില്ല. വേസ്റ്റ് ആവലൊന്നുമില്ല. കല്യാണത്തിന്റെ ഒക്കെ പിന്നെ എന്താന്ന് വെച്ചാൽ ആളുകൾ അങ്ങനെ കൊണ്ടുപോകും. പക്ഷെ വീട്ടിലെ പരിപാടിക്ക് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ തന്നെ തിന്നാച്ചിട്ട് എടുത്ത് നോക്കും. പിന്നെ തിന്നലൊന്നും ഉണ്ടാവില്ല. കുറേയൊന്നുമില്ല. ഇറച്ചിയൊക്കെ നമ്മൾ തീറ്റ കഴിഞ്ഞിരിക്കണേ. അങ്ങനത്തെ ഒരു ഇതുണ്ടോ. എന്നാലും ട്രാവൽസ് പോയി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ നേരെ കൊച്ചിയിലോട്ടാണ് കഴിച്ചത്. അപ്പൊ നമ്മളങ്ങനെ പാസ്പോർട്ട് ട്രാവൽസിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുപ്പായൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി അല്ലേ. പതിനൊന്നരക്കാണ്. നമുക്ക് കുട്ടിക്ക് എന്തൊക്കെ എടുക്കണ്ടേ? ഇവിടെ മദർ ഇവിടെ ഇതിൽ ഒരാൾ ചെയ്യണം. പേരിലാണ് എന്റെ സൈൻ ചെയ്യേണ്ടോടത്ത് ഞാൻ ഇപ്പൊ ചെയ്തതാ. പിന്നെ ബാക്കി നോക്കിയാൽ മതിയല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട് അല്ലേ. കൃത്യം 11:30 ആകുമ്പോഴേക്കും അവിടെ എത്തി. 11:45 അവിടെ റിപ്പോർട്ട് ചെയ്യണം. അവിടെ 11:45 ആകുമ്പോഴേക്കും അവിടെ 11:15 അവിടെ എത്തണം. 11:30 തെറ്റിയ കയ്യായി പിന്നെ കയറ്റൂല. ഓക്കെ. പിന്നെ അത് മാത്രമല്ല ഉമ്മാക്ക് റേഷൻ കാർഡും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിക്കണം. പിന്നെ കുട്ടിയുടെ പിന്നെ നമുക്ക് ഒപ്പം മാത്രം മതി. പിന്നെ കുട്ടിയുടെ ഫോട്ടോ എടുക്കാനും എഴുതിയിരിക്കുന്നത് ഇത് ഹാജറ, ഇത് അലേഹ, ഒറിജിനൽ ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, പേരൻസിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി, പിന്നെ കുട്ടിയുടെ ഫോട്ടോ. ഓക്കെ. അപ്പം എന്തായാലും ഗൈസ് നമ്മൾ അതൊക്കെ എടുത്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമുക്കെന്തെങ്കിലും വാങ്ങണോ? പച്ചക്കറി വാങ്ങണ്ടോ? ബജ്ജിമുളക് വേണോ? കിട്ടും നോക്കണം ഗൈസ്. അപ്പം എന്തായാലും പാസ്പോർട്ട് എടുക്കാത്തവരൊക്കെ പാസ്പോർട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. ഇപ്പം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2900 ഇനി എപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും 2900 അല്ലേ. ഇജിപ്പോ എന്തത് കൈ കൊടുത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തതൊക്കെ ഇത് വാങ്ങിയില്ലേ? ഇത് കുട്ടിയുടെ ഫോട്ടോ എടുക്കണ്ട നമുക്ക്. അതാണ് ഒരു ടാസ്ക്. നാളെ ഉള്ള സ്റ്റുഡിയോ എടുക്കാം നമുക്ക് നടക്കേ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ പിക്കിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. ഒന്ന് ജസ്റ്റ് ഞാൻ പോണതിൻ്റെ ഉള്ളിൽ കുറച്ച് പരിപാടികളും വീട്ടിലെ പുതിയ വിശേഷങ്ങളും ഒന്ന് ജസ്റ്റ് മിന്നായം പോലെ കാണിച്ചതാണ്. അപ്പം എന്തായാലും ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.